നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയപ്പോൾ ബൈബിളിൻ്റെ ടെക്സ്റ്റിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈബിളിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ തുടർമാനമായിട്ടുള്ള സന്ദേശമാണ് ഈ ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ ആ ഒരു സീരീസിൻ്റെ പ്ലേലിസ്റ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ Q&A പ്ലേലിസ്റ്റും നമ്മൾ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരണാനന്തര ജീവിതം, സ്വർഗം, നരകം, യേശുവിന് മുമ്പേ എങ്ങനെയായിരുന്നു രക്ഷ, നാം മരിക്കുമ്പോൾ എവിടെ കടന്നു പോകുന്നു, യേശു സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ, ഏത് ദിവസമാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത് എന്നിങ്ങനെയുള്ള ഒട്ടനവധി സന്ദേശങ്ങൾ നമ്മൾ ആ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള Q&A സെഷനുകൾ, ബൈബിൾ സ്റ്റഡികൾ, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയപ്പോൾ ബൈബിളിലെ ടെക്സ്റ്റിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ മാറ്റങ്ങൾ, ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് ബൈബിളിനെ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ അവരുടെ മുൻവിധി കാരണം അവർ അങ്ങനെ പറയുന്നത്. നാം മനസ്സിൽ വെക്കേണ്ട കാര്യം, ബൈബിൾ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ബുക്സ് ആണ്, അല്ലെങ്കിൽ ബുക്കുകളുടെ ഒരു ബുക്കാണ് ബൈബിൾ. ബൈബിളിൽ എഴുതപ്പെട്ട ഏറ്റവും ലാസ്റ്റായിട്ട് എഴുതപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതപ്പെട്ടത്. അപ്പോൾ തന്നെ ബൈബിളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകമെന്ന് പറയുന്നത് അതിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതപ്പെട്ടത്. മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം മനസ്സിൽ വെക്കണം. അന്നത്തെ കാലത്ത് ഡിജിറ്റൽ കോപ്പിയിങ് മെഷീനോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ടെക്നോളജിയോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഓരോ പുസ്തകവും വളരെയധികം കഷ്ടപ്പെട്ട് കൈകൊണ്ട് തന്നെ കോപ്പികൾ ഉണ്ടാക്കി, അങ്ങനെ ഓരോ കോപ്പിയിൽ നിന്ന് അടുത്ത കോപ്പി വളരെ സൂക്ഷ്മതയോടെ വളരെയധികം കഷ്ടപ്പെട്ടാണ് കൈകൊണ്ട് തന്നെ കോപ്പികൾ എഴുതിയത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബൈബിൾ വിശ്വസ്തയോടെ തന്നെ അതിൻ്റെ ആ ടെക്സ്റ്റിനെ നിലനിർത്തപ്പെട്ടത്? ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. അത്ഭുതകരമായി തന്നെ ബൈബിളിൻ്റെ ടെക്സ്റ്റ് നൂറ്റാണ്ടുകളിലൂടെ തന്നെ വിശ്വസ്തയോടെ തന്നെ നിലനിർത്തപ്പെട്ടത്. ഉദാഹരണത്തിന്, ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറയുന്ന ആ സ്ക്രോളുകൾ 1940-കളിൽ 1950-കളിൽ കുമ്രാൻ കേവുകളുടെ പ്രദേശത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കോപ്പി എന്ന് കണക്കാക്കുന്ന ആ കോപ്പിയുടെ ഡേറ്റ് 1000 AD ആ ഡെഡ് സീ സ്ക്രോൾസിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയും ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കോപ്പിയുടെ ഡേറ്റ് അതിലും 1000 വർഷം പുറകോട്ട് എന്ന് സ്കോളേഴ്സിന് മനസ്സിലായി. അതായത് ക്രിസ്തുവിൻ്റെ സമയത്തിനും ഒരു 100 വർഷം പുറകോട്ട് എന്ന ഒരു ടൈം പീരീഡിലേക്ക് സ്കോളേഴ്സ് ആ യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പിയെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി, അത്രയും നാളുകളിൽ തന്നെ കോപ്പി ചെയ്ത് പോയിട്ടുള്ള ഒരു വർക്കാണെങ്കിൽ തന്നെ അതിലെ ലെവൽ ഓഫ് ആക്യുറസി, കൃത്യത വളരെ അമേസിംഗ് ആണ്. റോമർക്ക് ലേഖനം 3:2 പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്, ദൈവം തിരുവഴുത്തുകൾ നൽകിയതും ആ തിരുവഴുത്തുകളെ നിലനിർത്തുവാൻ ഉപയോഗിച്ചതും യഹൂദരെയാണ്. യഹൂദരുടെ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള ആ കോപ്പിയിങ് ഓഫ് ദ ടെക്സ്റ്റ് അതുതന്നെ അതിന് വളരെ സഹായമായി. ഉദാഹരണത്തിന്, ഓരോ പുസ്തകത്തിലെ വാക്കുകൾ എണ്ണുക, ഓരോ അക്ഷരം ഓരോ പുസ്തകത്തിൽ എത്ര പ്രാവശ്യമുണ്ട് എന്ന് എണ്ണുക, അതുപോലെ തന്നെ കോംപ്ലക്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കുകളും ഓരോ പുസ്തകത്തെ കോപ്പി ചെയ്യുമ്പോൾ അവർ അപ്രകാരമുള്ള പരിശോധനകളെല്ലാം അവർ നടത്തിയിരുന്നു. ആ മെത്തേഡ്സ് എല്ലാം തന്നെ ഓരോ പാർച്ച്മെൻറ്റിൽ നിന്ന് അടുത്ത പാർച്ച്മെൻറ്റിലോട്ട് കോപ്പി ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി കോപ്പി ചെയ്യുവാൻ അവരെ സഹായിച്ചു. അവർ അങ്ങനെ ചെയ്തത് തന്നെ കാരണം അവർ ദൈവത്തിൻ്റെ വചനത്തെ വളരെ വിശുദ്ധമായി അവർ എണ്ണിയിരുന്നു, അന്നും ഇന്നും. അപ്പോൾ പിന്നെ പുതിയ നിയമത്തിൻ്റെ കാര്യമോ? പുതിയ നിയമം വളരെ വിശ്വസ്തയോടുകൂടി തന്നെ കോപ്പി ചെയ്തു വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. ഉദാഹരണത്തിന്, റൈലൻസ് ലൈബ്രറി പാപ്പറസ് എന്ന് പറയുന്ന P52 പാപ്പറസിനെ നോക്കി. അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് ഉണ്ട്. അതിൽ കാണുന്നത് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും 37 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുമാണ്.
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയ ആ സമയം തൊട്ട് 50 വർഷത്തിനുള്ളിലാണ് ഈ പാപ്പറസിൻ്റെ ഡേറ്റ് സ്കോളേഴ്സ് നൽകിയിരിക്കുന്നത്. അതുതന്നെ ബൈബിളിലെ ടെക്സ്റ്റ് വളരെ വിശ്വസ്തയോടുകൂടി തന്നെ വേഗം കോപ്പി ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ. പുതിയ നിയമത്തിനുള്ള മാനുസ്ക്രിപ്റ്റ് കോപ്പികളുടെ എണ്ണം മറ്റേതൊരു ലിറ്ററേച്ചറിൻ്റെ കോപ്പികളേക്കാളും വളരെ അധികമാണ്. ഇപ്പോൾ തന്നെ 5700 പരം ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകളുണ്ട് പുതിയ നിയമത്തിന്. അതിലുമെല്ലാം പുറമെ 20,000 പരം മാനുസ്ക്രിപ്റ്റുകൾ കോപ്പികളുണ്ട് പുതിയ നിയമത്തിന്, സിറിയക്ക്, ലത്തീൻ, കോപ്റ്റിക്ക്, അരാമിയ ഭാഷകളിൽ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നോക്കിയാൽ പുതിയ നിയമത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് കോപ്പികളുടെ എണ്ണം തന്നെ 25,000 പരമുണ്ട്. അതുമാത്രമല്ല, ഒറിജിനൽ ആ എഴുത്തും അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കോപ്പിയും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് നോക്കിയാൽ 100 വർഷത്തിലും കുറവാണ്. അതായത് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ആ ജോൺ ബ്രൈലൻസ് പാപ്പറസിൻ്റെ ഡേറ്റ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയ ആ സമയം തൊട്ട് 29 വർഷത്തിനുള്ളിൽ തന്നെയാണ് ആ പാപ്പറസിൻ്റെ ഡേറ്റ് നൽകിയിരിക്കുന്നത്. അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്ത് പുതിയ നിയമത്തിൻ്റെ മാനുസ്ക്രിപ്റ്റുകളുടെ എണ്ണവും മറ്റ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ വർക്കുകളുടെ കോപ്പീസിൻ്റെ എണ്ണവും നിങ്ങൾക്ക് കാണാം. മാത്രവുമല്ല, അവയുടെ ആ 99.5% ഓഫ് ലെവൽ ഓഫ് ആക്യുറസിയും നിങ്ങൾക്ക് കാണാം. ഒറിജിനൽ ആ വർക്കും ഏറ്റവും ആദ്യത്തെ കോപ്പിയും തമ്മിലുള്ള 100 വർഷത്തിലും കുറവ് എന്ന ആ ടൈം ഗ്യാപ്പ് നിങ്ങൾക്കവിടെ കാണാം. ആളുകൾക്ക് മറ്റ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ചരിത്രപരതയൊക്കെ അംഗീകരിക്കാമെങ്കിൽ അതിലും എത്രയോ എളുപ്പമാണ് പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങളുടെ ചരിത്രപരതയും ആ പുസ്തകങ്ങളുടെ ആക്യുറസിയെയും അംഗീകരിക്കുവാൻ. ആഫ്റ്റർ ഓൾ, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ വിശ്വസനീയത മറ്റ് ഏതൊരു ലിറ്ററേച്ചർ വർക്കിനേക്കാളിലും എത്രയും അധികമാണ്. ചിലർ പറയുമായിരിക്കും, ഇപ്രകാരം കോപ്പി ചെയ്തപ്പോൾ ചില തെറ്റുകൾ, എറേഴ്സ് വന്നിട്ടുണ്ടെന്നുള്ളൂ. ഇൻറ്റൻഷനലായിട്ടുള്ള എറേഴ്സ് ഉണ്ട്. അതായത് എറേഴ്സ് അല്ല, യഥാർത്ഥത്തിൽ സ്ക്രൈബുകൾ, അതായത് കോപ്പി ചെയ്തവർ ചില അഡീഷണൽ വാക്കുകളും കൂടെ എക്സ്പ്ലനേഷനായിട്ട് നൽകിയിട്ടുണ്ട്. 2 or 3 വാക്കുകളും കൂടെ ആഡ് ചെയ്തു. പിന്നെ അൺഇൻറ്റൻഷണൽ എറേഴ്സ് ഉണ്ട്. അതായത് അറിയാതെ കടന്നു വന്ന ചില തെറ്റുകളല്ല. ഉദാഹരണത്തിന്, ചില സംഖ്യകളൊക്കെ കോപ്പി ചെയ്യുമ്പോൾ അറിയാതെ ചില തെറ്റുകളൊക്കെ വന്നിരിക്കാം. എന്തായാലും ഇൻറ്റൻഷനലും അൺഇൻറ്റൻഷണൽ എറേഴ്സൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന സന്ദേശമല്ല ഇത്. അത് ദൈവം അനുവദിച്ച മറ്റൊരു സന്ദേശത്തിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയപ്പെടുന്ന തെറ്റുകളെന്ന് പറയുന്ന എറേഴ്സ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ തന്നെ കണ്ടാൽ തന്നെ ആ എറേഴ്സ് ഒന്നും തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളോ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കോ ഒരു മാറ്റവും വരുത്തുന്ന ടെക്സ്റ്റ് അല്ല ആ പറയുന്ന എറേഴ്സ്. ബൈബിളിൻ്റെ ഒറിജിനൽ സന്ദേശം, അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമത്തിലെ ആണെങ്കിലും, ആ സന്ദേശം ഒരു രീതിയിലും മാറ്റമില്ലാതെ തന്നെ വളരെ വ്യക്തമായി നിൽക്കുകയാണ്. യേശു തന്നെ പറഞ്ഞില്ലേ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, ബൈബിളിലെ ടെക്സ്റ്റിന് നൂറ്റാണ്ടുകളായി കടന്നു വന്നപ്പോൾ യാതൊരു രീതിയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പ്രത്യുത ബൈബിളിൻ്റെ ടെക്സ്റ്റിനെ ദൈവം അത്ഭുതകരമായി നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബൈബിളിൻ്റെ സെൻട്രലായിട്ടുള്ള സന്ദേശം എന്താണെന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഈ സീരീസിലെ ആ സന്ദേശത്തിൽ പറഞ്ഞ ആ ഭാഗത്തിൻ്റെ അവസാനത്തെ ആ ഭാഗത്തിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കുക. എല്ലാത്തിലും ഉപരിയായി ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കാര്യം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധനായ ദൈവത്തിനെതിരെ മാനവജാതിയായ നാം പാപം ചെയ്തു. അങ്ങനെ നമ്മുടെ മേൽ ന്യായവിധി ഉറപ്പായിരുന്നു. പക്ഷേ ദൈവം തൻ്റെ കൃപയാൽ തൻ്റെ സ്വപുത്രനായ യേശുക്രിസ്തുവിനെ ആ ക്രൂശുമരണം അനുഭവിക്കുവാൻ നമുക്ക് പകരമായി പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ അയക്കുകയാണ്. അങ്ങനെ നമുക്ക് ക്ഷമ ലഭിച്ചു. 3 ദിവസത്തിന് ശേഷം യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പാപത്തിൻ്റെയും മരണത്തിൻ്റെ മേലും തൻ്റെ അധികാരത്തെ താൻ തെളിയിച്ചു കാണിച്ചു. അങ്ങനെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ സൗജന്യമായി അവിടുന്ന് ദാനം ചെയ്യുകയാണ്. അതാണ് യോഹന്നാൻ 3:16 റോമർ 10:9 വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ആ ഒരു സമർപ്പണ തീരുമാനം എടുക്കാമോ?
ദൈവവുമായിട്ടുള്ളൊരു സമാധാനത്തിൽ നമുക്ക് എങ്ങനെ വരാം, അതിനുള്ളൊരു സന്ദേശം മുകളിൽ കാർഡ്സിലും അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെപ്പറ്റിയുള്ള സന്ദേശവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രകാരം ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ചും വീണ്ടും സന്ദേശങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.